എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള ലാറ്ററൽ എൻട്രി പ്രവേശനത്തിനായിട്ട് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്കും ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്കും പോളിടെക്നിക് ഡിപ്ലോമ ലാറ്ററൽ എൻട്രി വഴി പ്രവേശനം നേടാൻ അവസരം 19-ാം തീയതി മുതൽ 20-ാം തീയതി വരെയാണ് പോളിടെക്നിക് കോളേജിൽ വെച്ച് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ നേരിട്ട് പോയിട്ട് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടാനുള്ള അവസരമാണ് ഈ ഒരു ടൈമിൽ ലഭ്യമായിരിക്കുന്നത്. ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ആ ഒരു ഡീറ്റെയിൽസ് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് നേരിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ടില്ലെങ്കിലും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സർക്കുലർ പ്രകാരം പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ 19-ാം തീയതി മുതൽ 20-ാം തീയതി, അതായത് ജൂലൈ 19 മുതൽ 20-ാം തീയതി വരെ സ്പോട്ട് അഡ്മിഷന് രജിസ്ട്രേഷൻ ചെയ്യാനും പുതുതായിട്ട് അപേക്ഷ നൽകുന്നതിനുമുള്ള അവസരം. അത് രജിസ്ട്രേഷൻ ചെയ്യുകയല്ല, നേരിട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അതർ സ്ഥാപനങ്ങൾ വെച്ചിട്ടാണ് ഈ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അപേക്ഷ നൽകാനായിട്ട് വിദ്യാർത്ഥികൾ ഈ ഒരു polyadmission.org എന്നുള്ള വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഷെഡ്യൂൾ വന്നിട്ടുണ്ട്. അതിൽ കറക്റ്റായിട്ട് നോക്കിയിട്ട് സമയം അനുസരിച്ച് നിങ്ങൾ ആ ഒരു സ്ഥാപനത്തിൽ നേരിട്ടാണ് പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടത്. സ്പോട്ട് അഡ്മിഷനിൽ അപേക്ഷയിന് ഏത് സ്ഥാപനത്തിലെയും ഏത് ബ്രാഞ്ചുകളിലേക്കും പുതിയ ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. നിലവിൽ ഇതുവരെ അപേക്ഷ ഇല്ലാത്ത വിദ്യാർത്ഥികൾക്കും ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ നേരിട്ടോ ഈ ഒരു സ്ഥാപനത്തിൽ ഹാജരായോ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. നിലവിൽ ലഭ്യമായിട്ടുള്ള ഒഴിവുകൾ പോളിടെക്നിക് കോളേജ് അടിസ്ഥാനത്തിൽ വെബ്സൈറ്റിൽ വേക്കൻസി പൊസിഷൻ എന്നുള്ള ലിങ്ക് വഴി മനസ്സിലാക്കാൻ സാധിക്കും. നിലവിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ അത് പരിശോധിച്ച് ഒഴിവുകൾ ലഭ്യമായിട്ടുള്ള പോളിടെക്നിക് കോളേജിൽ ഹാജരാവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുള്ളത് ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പോളി അഡ്മിഷൻ്റെ ലാറ്ററൽ എൻട്രി വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക, വേക്കൻസി പൊസിഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഏത് കോളേജിലാണ് അഡ്മിഷൻ വേണ്ടത്, ഏത് ജില്ലയിലേതാണ് വേണ്ടത്, അതിനനുസരിച്ച് നിങ്ങൾ ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് പോളിടെക്നിക് കോളേജ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുന്ന സമയത്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏതൊക്കെ കോഴ്സുകളിലാണ് എത്ര വീതം വേക്കൻസിയാണ് ഉള്ളത് എന്നുള്ളത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ഓരോ കോളേജിലെയും വേക്കൻസി പരിശോധിച്ച് നിങ്ങൾക്ക് ഏത് കോളേജാണ് വേണ്ടത് അവിടുത്തെ വേക്കൻസിയും പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ താല്പര്യമുള്ള കോഴ്സ് ഉണ്ട് എങ്കിൽ നിങ്ങൾ 19-ാം തീയതി മുതൽ ഈ ഒരു 20-ാം തീയതിക്കുള്ളിൽ, അതായത് നിങ്ങൾ ഈ ഒരു ഷെഡ്യൂൾ പരിശോധിക്കുക. ഇവിടെ നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷൻ ഓർ കൗൺസിലിംഗ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഡൗൺലോഡ് ചെയ്യാനുള്ള ഷെഡ്യൂൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ആ ഒരു ഡൗൺലോഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ അതായത് ഈ ഒരു സംസ്ഥാനത്തെ മുഴുവൻ പോളിടെക്നിക് കോളേജിൻ്റെ ഡീറ്റെയിൽസും കാണാം. അപ്പോൾ ഓരോ ജില്ലയിലെയും പോളിടെക്നിക് കോളേജിൻ്റെ ഡീറ്റെയിൽസ് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് അതിന് നേരെയുള്ള ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഈ ഒരു ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഷെഡ്യൂളാണിത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ലാറ്ററൽ എൻട്രിയുടെ ആ ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാനങ്ങാടുള്ള ആ ഒരു സ്വാമി നിത്യാനന്ദ പോളിടെക്നിക് കോളേജിൻ്റെ ആ ഒരു മെറിറ്റ് വിഭാഗത്തിൽ ഒഴിവുള്ള ഡിപ്ലോമ ലാറ്ററൽ എൻട്രി സീറ്റിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ 19-ാം തീയതി വെള്ളിയാഴ്ച കോളേജ് ഓഫീസിൽ വെച്ച് നടക്കും. +2 VHSC അതുപോലെ ITI KGC അത് വിഭാഗത്തിൽ നിലവിൽ അപേക്ഷ സമർപ്പിച്ചിട്ടില്ലാത്തവർക്കും അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം അഡ്മിഷനിൽ പങ്കെടുക്കാം. സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കുന്ന എല്ലാവരും 19-ാം തീയതി രാവിലെ 10:30 മുമ്പായിട്ട് സ്ഥാപനത്തിൽ വന്ന് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കുന്നവർ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും ഹാജരാക്കണം. നിലവിൽ അഡ്മിഷൻ ലഭിച്ചവർക്ക് ബ്രാഞ്ച് മാറ്റമോ സ്ഥാപന മാറ്റമോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ രജിസ്ട്രേഷൻ സമയത്ത് അഡ്മിഷൻ സ്ലിപ്പോ ഫീസ് അടച്ച റെസിപ്റ്റോ ഹാജരാക്കിയാൽ മതി. അതുപോലെ SC ST വിഭാഗത്തിലുള്ളവർക്ക് 1000 രൂപയും വാർഷിക വരുമാനം 10,000 അല്ല 1 ലക്ഷം രൂപ വരെയുള്ളവർ 11,000 രൂപയും അല്ലാത്തവർ 14,105 രൂപയും ഫീസായിട്ട് കരുതണം. UPI ATM കാർഡ് മുഖേനയാണ് ഫീസ് അടക്കേണ്ടത്. കൂടാതെ PTA ഫണ്ടായിട്ട് 2,730 രൂപയും കൈവശം ഉണ്ടായിരിക്കേണ്ടതാണ്. മറ്റ് ജില്ലകളിൽ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കുന്നവർ പ്രോക്സിയോടൊപ്പം സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് സാക്ഷ്യപ്പെടുത്തി ഹാജരാക്കേണ്ടതാണ്. വിശദവിവരങ്ങൾക്ക് ഇവിടെ നമ്പറും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഓരോ പോളിടെക്നിക് കോളേജിൻ്റെയും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു പോളിടെക്നിക് കോളേജിൽ അതായത് അതിൻ്റെ ആ ഒരു ഷെഡ്യൂൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതും ആ ഒരു ഷെഡ്യൂൾ പ്രകാരം നിങ്ങൾക്ക് നിങ്ങൾ എപ്പോഴാണ് ഈ ഒരു കോളേജിൽ ഈ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ രാവിലെ 10:30 മുമ്പ് തന്നെയാണ് എല്ലാ വിദ്യാർത്ഥികളും ഹാജരാവാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഷെഡ്യൂൾ കറക്റ്റായിട്ട് ഓരോ കോളേജിൻ്റെയും അത് നിങ്ങൾക്ക് ഏത് കോളേജിലാണോ അഡ്മിഷൻ ആഗ്രഹിക്കുന്നത് ആ ഒരു കോളേജിൻ്റെ ഷെഡ്യൂൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. നിങ്ങൾ ഒന്നിലധികം സ്കൂളുകളിൽ ഒന്നിലധികം നിങ്ങൾ ഈ ഒരു ലാറ്ററൽ എൻട്രി കോഴ്സുകളിലേക്കുള്ള ഈ ഒരു പ്രവേശനം ഒന്നിലധികം ഉള്ള ആ ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഈ ഒരു കോളേജുകളിലേക്ക് അഡ്മിഷൻ നേടാൻ താല്പര്യപ്പെടുന്നവർ ഏതെങ്കിലും ഒരു കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. എന്നാൽ നിങ്ങൾക്ക് ഒന്നിലധികം കോളേജിൽ ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ വഴി നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയെങ്കിൽ ഒരു പോളിയിൽ തന്നെ കിട്ടാൻ സാധ്യതയില്ലെങ്കിൽ മറ്റ് പോളിടെക്നിക് കോളേജിൽ കൂടി പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളും അങ്ങനെയുള്ളവർക്ക് മറ്റൊരു ജില്ലയിലേക്ക് നിങ്ങളുടെ സഹോദരന്മാരെയോ അല്ലെങ്കിൽ അച്ഛനെയോ അല്ലെങ്കിൽ രക്ഷിതാവിനെയോ ഒക്കെ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ അയക്കുന്ന സമയത്ത് നിങ്ങളുടെ ഈ ഒരു പ്രോക്സി ഫോം നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങളുടെ രക്ഷിതാവിനെയോ അല്ലെങ്കിൽ ബ്രദറിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനെയോ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു
സമ്മതപത്രമാണ്. അതിൻ്റെ ആ ഒരു ഫോമാറ്റ് ഇവിടെ ഫോം ഓഫ് ഓതറൈസേഷൻ ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ അതും അതുപോലെ നിങ്ങളുടെ എല്ലാവിധ സർട്ടിഫിക്കറ്റിൻ്റെയും കോപ്പിയും നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ കയ്യിൽ കൊടുക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.